കശ്മീരിൽ ഭീകരാക്രമണം വീണ്ടും ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയൊരു കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കശ്മീരിൽ ഭീകരാക്രമണം നടന്നിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് നേരെയാണ് ഭീകരാക്രമണം. അതായത് ഒരു പ്രദേശത്തേക്ക് പൽഗാം ഏരിയയിലെ ഒരു ട്രക്കിങ്ങിന് പോയ ആൾക്കാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ 7 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരവും കൂടി വരുന്നുണ്ട്. ബാക്കിയുള്ളവരിൽ ചില ആൾക്കാരുടെ നില ഗുരുതരമാണെന്നും വരുന്നുണ്ട്. ഒരാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി, തലയിൽ ആണ് വെടിയേറ്റത് എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. ഈ പൽഗാം മേഖലയിൽ ജമ്മു കാശ്മീരിലെ ബൈസറൻ മൗണ്ടനിൻ്റെ മുകളിലേക്ക് ട്രക്കിംഗ് നടത്തിയ ആൾക്കാർക്ക് നേരെയാണ് അജ്ഞാതൻ വെടിയുതിർത്തത്. ഈ കാശ്മീരിൽ ഈ പറയുന്ന വലിയ മാറ്റങ്ങളുണ്ടായ ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയപ്പോൾ അതിൽ വിളറിപൂണ്ടാണ് ഈ പറയുന്ന ആക്രമണങ്ങളെല്ലാം നടത്തുന്നത്. ഈ അടുത്ത കാലത്തും ഉണ്ടായി. അവിടുത്തെ തൊഴിലാളികൾക്ക് നേരെ വെടിവെക്കുക, അജ്ഞാതർ വന്നിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്റ്റുള്ള ഭീകരാക്രമണങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് പേടിയാണ്. കാരണം വലിയ തിരിച്ചടി ഉണ്ടാകും. ആ പ്രദേശത്തേക്ക് സൈന്യം എത്തിയിട്ടുണ്ട്. ഈ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഹെലികോപ്റ്ററുകളും ആ പ്രദേശത്തേക്ക് സൈന്യം പോയിട്ടുണ്ട്. സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററിലാണ് ഈ ഇഞ്ചുറി ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത്. അതിൻ്റെ സമീപം ഈ കുന്നിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ടാണ് വെടിവയ്പ് ഉണ്ടാകുന്നത്. അവിടെ അതിൻ്റെ താഴെ മെഡോസ് ഉണ്ട്. ആ മെഡോസിലേക്ക് പുത്തകിടി ഉള്ള പ്രദേശമുണ്ട്. അവിടേക്ക് ഈ പ്രദേശവാസികൾ അവരുടെ പോണിയിൽ ഈ ചെറിയ കുട്ടികളുടെയും കഴുതകളുടെയൊക്കെ പുറത്ത് കയറ്റി ഈ പരിക്കേറ്റവരെ കൊണ്ടുവരികയും ചെയ്തു. പ്രദേശവാസികൾക്ക് ഈ കശ്മീരികൾക്കൊന്നും ഈ പറയുന്ന ഭീകരാക്രമണത്തോട് വലിയ താല്പര്യമില്ല. ഒട്ടും താല്പര്യമില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗമാണ് ടൂറിസം. ഈ ടൂറിസത്തിന് നമ്മൾ അവിടെ ചെന്നാലേ അവർക്ക് വരുമാനമുള്ളൂ. നമ്മൾ അവിടെ ചെന്ന് ആപ്പിൾ വാങ്ങിക്കുകയും അവരുടെ ഈ ശിക്കാരകളിൽ കയറുകയും ഈ ട്രക്കിങ്ങിൽ അവിടുത്തെ ഗൈഡുകളെ വിളിച്ചുകൊണ്ട് പോവുകയും അവരുടെ ഷോപ്പുകളിൽ കയറി സാധനം വാങ്ങിക്കുകയും കാശ്മീരി ഷോളുകൾ വളരെ പ്രസിദ്ധമാണല്ലോ, കാശ്മീരി വസ്ത്രങ്ങൾ, കാശ്മീരി ആഭരണങ്ങൾ, ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് വരുമാനം ഉണ്ടാകുന്നത്. അല്ലാതെ കാശ്മീരിൽ വലിയ കൃഷിയോ വ്യവസായമോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശമാണ്, മനോഹരമായ പ്രദേശം. ഈ പ്രദേശത്തിലേക്ക് ടൂറിസ്റ്റുകൾ ചെല്ലുക, അതാണ് അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളുടെ വികാരം. എന്നാൽ ഇതല്ലാത്ത കുറച്ച് വിഘടനവാദികളും കുറച്ച് തീവ്രവാദികൾക്കുമാണ് ഈ ഭീകരാക്രമണത്തിനോടുള്ള താല്പര്യം. അതിന്ന് ഗണ്യമായി കുറഞ്ഞു. വലിയ തോതിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നില്ല. കാശ്മീരിൽ ആക്രമണം എന്ന് പറഞ്ഞാൽ വാർത്ത വരുന്നത് അത്രയും POK-യിലാണ്. പാക് ഒക്കുപൈഡ് കാശ്മീരിൽ പട്ടാളത്തിന് നേരെ കല്ലെറിയുന്നുണ്ട് ആൾക്കാർ. അവിടെ പട്ടാളവുമായി പ്രശ്നത്തിൽ ഏർപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിലുള്ള പ്രദേശത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ പറയുന്ന പോലീസും പട്ടാളവുമായിട്ട് ജനങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ചില ഭീകരർ ഇപ്പോഴും അവിടെയുണ്ട്. അവർ നടത്തുന്ന ആക്രമണങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഭീകരാക്രമണം എന്ന് പറയുന്ന വാർത്ത വരുന്നത്. അല്ലാത്ത ഗതിയിൽ കാശ്മീർ സ്വതന്ത്രമാണ്, അവിടെ സ്വസ്ഥമാണ്, ആൾക്കാരെല്ലാവരും ഇന്ത്യയോടൊപ്പം ചേർന്ന് തന്നെ ജീവിക്കുന്നു. നമുക്ക് അറിയാം, കാശ്മീരിൻ്റെ മുഖ്യ നഗരങ്ങളിലെല്ലാം ത്രിവർണ്ണ പതാക എന്ന് പാറുന്നുണ്ട്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ. അവിടെ ഇന്ന് പതാകയെല്ലാം പാറുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ പറയുന്ന ആക്രമണം ഇതിനു മുമ്പുണ്ടായിരിക്കുന്നത് തൊഴിലാളികൾക്ക് നേരെയാണ്. അവിടെ ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ ഇവിടെ തൊഴിലാളികൾ വരുന്ന പോലെ കേരളത്തിൽ ഈ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ തൊഴിലാളികൾ വരുന്നത് പോലെ കാശ്മീരിലെ വികസന പ്രവർത്തനത്തിൽ, കാശ്മീർ ഈ പറയുന്ന പ്രത്യേക പദവി റദ്ദാക്കിയതോടുകൂടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, വലിയ തുരങ്കങ്ങൾ, റോഡുകൾ, ടണലുകൾ, ഈ ഡാമുകളൊക്കെ പണിയുന്നുണ്ട്, സ്കൂളുകൾ പണിയുന്നു, വലിയ സർക്കാർ മന്ദിരങ്ങൾ, കെട്ടിടങ്ങളൊക്കെ പണിയുന്നു, പൊതു ബിൽഡിങ്ങുകൾ, വലിയ വികസനമാണ് വരുന്നത്, വലിയ റോഡുകളൊക്കെയാണ് വരുന്നത്. റെയിൽ മേഖലയിൽ തന്നെ അവിടെ പുതിയ പദ്ധതികളൊക്കെ സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന വികസനത്തിന്റെ ഭാഗമായി പണിയെടുക്കാനായിട്ട് തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നു. ഇവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന രീതിയുണ്ട്. അവിടുത്തെ സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥരായി എത്തുന്ന സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്താനും ഇവരുണ്ട്. ഈ സ്കൂൾ അധ്യാപകർ, പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെ ആക്രമിക്കാനും ഭീകരവാദികൾ വളരെ തക്കം പാർത്തിരുന്ന് ആക്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷെ അവരെ നേരിടാനായിട്ട് ഇന്ത്യൻ ആർമി വലിയ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. ഇത് നിസ്സാരമല്ല. കാരണം ഇവരെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും സൈന്യം തയ്യാറാവില്ല. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസ് തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ പരിശീലനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് എങ്ങനെ ഒരു ഭീകരനെ പ്രതിരോധിക്കണം എന്നുള്ളതിൻ്റെ പരിശീലനം അവിടുത്തെ പ്രാദേശികമായ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി ഈ തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ ചെറുത്തു നിൽക്കാൻ ഒരു പക്ഷേ ആയുധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ പോലീസുകാരും
ഇവർക്കൊപ്പം ഇല്ലെങ്കിൽ ഈ സാധ്യതയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ സാധ്യതയുള്ള പ്രദേശത്ത് ഉണ്ടാവുമെന്നുള്ളതാണ് വാർത്തയിൽ വരുന്ന വിവരങ്ങൾ. പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശം, ആക്രമണം ഉണ്ടായ പ്രദേശം നമുക്ക് കാൽനടയായി പോലും കയറി ചെല്ലാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രദേശത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. മെഹബൂബ മുഫ്തി അടക്കം, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മെഹബൂബ മുഫ്തി അടക്കമുള്ള ആൾക്കാർ ഇതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ റെസിസ്റ്റൻസ് ഫ്രം ലഷ്കർ ഇ തോയിബ ഓഫ് ഷൂട്ട് ക്ലെയിം റെസ്പോൺസിബിലിറ്റി ഫോർ ദ അറ്റാക്ക്. അതായത് ലഷ്കർ ഇ തോയിബ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം TRF എന്ന് പറയും. അവര് റെസിസ്റ്റൻസ് ഫ്രണ്ട്, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, പ്രതിരോധ സേന എന്ന പേരിലാണ് ലഷ്കർ ഇ തോയിബയുടെ ഓഫ് ഷൂട്ട് വിഭാഗം, ഒരു പ്രത്യേക വിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടെന്ന് പറയുന്നു. കാരണം വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള കേപ്പബിലിറ്റി ഇന്ന് അവിടുത്തെ ഭീകരർക്കില്ല. അതായത് മുൻപ് എങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ഒരു CRPF വാഹനത്തിന് നേർക്ക് വലിയ ആക്രമണം നടത്തുന്നു, ബോംബാക്രമണം നടത്തുന്നു, ഇല്ലെങ്കിൽ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെ 10-15 തീവ്രവാദികൾ, മിനിമം 5 തീവ്രവാദികൾ കാണും, അവർ കൂട്ടമായി വന്ന് ആക്രമിക്കുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഒരു തോക്ക് തന്നെ കിട്ടാൻ അവിടെ ഭീകരവാദികൾക്ക് വലിയ പാടാണ്. അത്രയ്ക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറി. കാരണം മോദിയും ഒക്കെ അവിടെ നടത്തിയ ഒരുപാട് വികസനത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു നയങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അത്രയധികം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതെ, ഈ പറയുന്ന ഇവർക്ക് വലിയ ആക്രമണം നടത്താൻ കഴിയില്ല. നമ്മുടെ അതിർത്തികളെല്ലാം സുരക്ഷിതമാക്കി. അതിർത്തി കടന്ന് ഈ സാധനങ്ങളൊക്കെ എത്താനായിട്ട് പാടാണ്. പിന്നെ ഇവർ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രോൺ വഴിയാണ്. ഞാൻ അത് ഡ്രോൺ വന്നു, അത് പട്ടാളം വെടിവെച്ചിടും. ചിലപ്പോൾ അതിൽ നിന്ന് 1-2 മാഗസീൻസ്, ഒരു ഈ പറയുന്ന ഗ്രനേഡുകളും കിട്ടും. അതിന് കുറച്ച് ബുള്ളറ്റുകൾ കാണും, ഇല്ലെങ്കിൽ ഒരു കൈത്തോക്ക് കാണും. അതിനപ്പുറത്തേക്കൊന്നും കൊണ്ടുവരാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. സപ്ലൈ എന്ന് പറയുന്ന സാധനത്തിനെ ഇന്ത്യ കട്ട് ചെയ്തു. ഈ പറയുന്ന ഭീകരർക്ക് അതിന് നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോകൾ, നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ്, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സേനകൾ, CRPF, ആർമിയുടെ വിങ്ങുകൾ, രാഷ്ട്രീയ റൈഫിൾസ് നടത്തിയ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ റൈഫിൾസിനോട് ഇന്ത്യയിലെ ജനങ്ങൾ വലിയ തോതിൽ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന ആ സൈന്യത്തിൻ്റെ ആ വിഭാഗം ഇന്ന് നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യം, അവരുടെ ജീവൻ പണയം വെച്ച് നൂറുകണക്കിന് പേരാ രാഷ്ട്രീയ റൈഫിൾസിൽ അവിടെ മരിച്ചിട്ടുള്ളത്. ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിലേറെ ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അശോക് ചക്ര വരെ നേടിയ സൈനികരാണ് ഉള്ളത്. പരമോന്നതമായിട്ടുള്ള പീസ് മെഡലാണത്. അത്രയും ത്യാഗം സഹിച്ചിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് നേടിത്തന്നതാണ് ഇപ്പോഴുള്ള സമാധാനം എന്നുള്ളത്. ആ രാഷ്ട്രീയ റൈഫിൾസിൻ്റെയൊക്കെ വലിയ അവരുടെ ഇൻസിഗ്നിയ പോലും അതാണ്. 2 തോക്കുകളായിരിക്കുന്ന ആ തോക്ക് വീർദാമേ ദൃഢത എന്നുള്ളതാണ് അവരുടെ ഇത് തന്നെ. അപ്പം ഇൻസിഗ്നയിൽ പറയുന്നത് അത് അത്രയും ധൈര്യത്തോടു കൂടി അവർ പോരാട്ടം നടത്തുകയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മളെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു തീവ്രവാദി ആക്രമണം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അപലപനീയമാണ്. അവിടുത്തെ നേതാക്കളെല്ലാം തന്നെ, ഈ മെഹബൂബ മുഫ്തി അടക്കം, അവിടുത്തെ BJP നേതാക്കളടക്കം, കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ഇതിനെല്ലാം അപലപിച്ചിട്ടുമുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യ ഇനിയും വെച്ച് പൊറുപ്പിക്കില്ല. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും.